In projectile motion, h is equal to v sin theta the whole square by 2g. R is equal to v square sin 2 theta by g. T is equal to 2v sin theta by g. Sin 0, 0. Sin 30, 1 by 2. Sin 45, 1 by root 2. Sin 60, root 3 by 2. Sin 90, 1. Cos 0, 1. Cos 30, root 3 by 2. Cos 45, 1 by root 2. Cos 60, 1 by 2. Cos 90, 0. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്ന ഉപകരണമാകുന്നു ഓഡോമീറ്റർ. എന്നാൽ വാഹനങ്ങൾ പോകുന്ന വേഗത അളക്കുവാനായി ഉപയോഗിക്കുന്ന ഡിവൈസ് ആകുന്നു സ്പീഡോമീറ്റർ. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ വ്യോമഗതാഗത രംഗത്ത്, അതായത് എയർ ട്രാൻസ്പോർട്ടേഷനിലും അതുപോലെ സമുദ്ര ഗതാഗത രംഗത്ത്, അതായത് സീ ട്രാൻസ്പോർട്ടേഷനിലും ഡിസ്റ്റൻസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആകുന്നു നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ. അതുപോലെ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും സ്പീഡ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആകുന്നു നോട്ട്. ഒരു നോട്ട് എന്നാൽ അവറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന സ്പീഡാകുന്നു. ഓക്കെ, ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ. v is equal to u plus at, s equal to ut plus half at square, v square minus u square is equal to 2as. Relative velocity of a with respect to b is equal to va minus vb. Relative velocity of b with respect to a is equal to vb minus va. ഭക്ഷണ പദാർത്ഥങ്ങളിലെ എനർജിയുടെ അളവ് കിലോ കലോറി എന്ന യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു 4200 ജൂൾ. 1 കിലോ കലോറി ഈസ് ഈക്വൽ ടു 1000 കലോറി. 1000 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോ ജൂൾ. അതുപോലെ എനർജിയുടെ SI യൂണിറ്റ് ആകുന്നു ജൂൾ, എനർജിയുടെ CGS യൂണിറ്റ് ആകുന്നു എർഗ്. ഒരു ഒബ്ജക്റ്റിന് മെക്കാനിക്കൽ എനർജി ലഭിക്കുന്നത് ആ വസ്തുവിന്റെ മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ എന്നിവ കാരണമായിട്ടാണ്. മെക്കാനിക്കൽ എനർജിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു: പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയിൽ വരുന്ന പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിന് പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓർ കോൺഫിഗറേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമായിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിന് അതിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമായിട്ടാണ് അതിൽ പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന് പൊസിഷണൽ ചേഞ്ച് കാരണമായി ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നു. എന്നാൽ കോൺഫിഗറേഷൻ കാരണമായിട്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആകുന്നു U = mgh. ഒരു ഒബ്ജക്റ്റിലേക്ക് എർത്ത് ഒരു നെഗറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആകുന്നു ½ kx². ദെൻ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ആകുന്നു. അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ആകുന്നു. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണക്കാക്കുന്നത്. ദെൻ കൈനറ്റിക് എനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ½ ആകുന്നു. കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു v² ആകുന്നു. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ് ആകുന്നു. കൈനറ്റിക് എനർജിയുടെയും വെലോസിറ്റിയുടെയും ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനൊരു പരാബോളിക് ഗ്രാഫായിട്ടാണ് കിട്ടുന്നത്. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആകുന്നു. ദാറ്റ് ഈസ് p² ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആകുന്നു. ദാറ്റ് ഈസ് p ഈസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി ആകുന്നു. അതുപോലെ രണ്ട് ഒബ്ജക്ട്സിന്റെ കൈനറ്റിക് എനർജി ഈക്വൽ ആണെങ്കിൽ ഇവയിൽ മൊമെന്റം കൂടുതൽ എന്നത് മാസ് കൂടിയ ഒബ്ജക്റ്റിനായിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഒബ്ജക്റ്റിന്റെ മൊമെന്റം ഈക്വൽ ആണെങ്കിൽ അതിൽ കൈനറ്റിക് എനർജി കൂടുതലുള്ളത് മാസ് കുറഞ്ഞ ഒബ്ജക്റ്റിനായിരിക്കും. ദെൻ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇവ എന്താണെന്ന് നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. പാത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആകുന്നു കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന് എക്സാമ്പിൾസ് ആകുന്നു സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തുടങ്ങിയവ. എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൽ പാത്ത് ഡിപ്പെൻഡന്റ് ആകുന്നു. പാത്ത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ് എക്സെട്ര. എർത്തിൽ നിന്നും ലഭിക്കുന്ന ഫോസിൽ ഫ്യൂൽസിൽ ഏറ്റവും കൂടുതലുള്ളത് കോൾ, ദാറ്റ് ഈസ് കൽക്കരി ആകുന്നു. കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഫാക്ടർ കാർബൺ ആണ്. കൽക്കരിയിൽ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ ബേസിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാർബണിന്റെ പെർസെന്റേജ് ഏറ്റവും കുറഞ്ഞതാകുന്നു പീറ്റ്, കാർബണിന്റെ പെർസെന്റേജ് ഏറ്റവും കൂടുതലുള്ളതാകുന്നു ആന്ത്രസൈറ്റ്. കൽക്കരിയെ അതായത് കോളിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഡിസ്റ്റിലേഷൻ ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കുന്നു. അതായത് ഈ കോളിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ. കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നിവ ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിൾസ് ആകുന്നു. ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിൾസ് ആകുന്നു ഈ പറയുന്ന കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവ. അത് മാത്രമല്ല ഇതൊരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് കൂടിയാകുന്നു ഈ ഫോസിൽ ഫ്യൂൽസ്. ഓക്കെ, കോൾ ഈസ് എ സോളിഡ് ഫോസിൽ ഫ്യൂവൽ, പെട്രോളിയം ഈസ് എ ലിക്വിഡ് ഫോസിൽ ഫ്യൂവൽ, ഗ്യാസ് ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിൾസ് ആകുന്നു ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന നാച്ചുറൽ ഗ്യാസിൽ നിന്നുമാണ് LNGയും CNGയും നിർമ്മിക്കുന്നത്. LNGയിലെയും CNGയിലെയും പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ ആകുന്നു. LNG എന്ന നാച്ചുറൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കിയ ശേഷം വീണ്ടും ഗ്യാസാക്കി മാറ്റാൻ സാധിക്കുന്നു.
LNG എന്ന നാച്ചുറൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കിയ ശേഷം വീണ്ടും ഗ്യാസ് ആക്കാൻ കഴിയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് LPG എന്താണെന്ന് നോക്കാം. LPG എന്നത് പെട്രോളിയത്തിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് LPG കിട്ടുന്നത്. പെട്രോളിയത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് LPG കിട്ടുന്നത്. LPGയിലെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നത് ബ്യൂട്ടൈൻ ആകുന്നു. ഓക്കെ, LPGയിലെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നത് ബ്യൂട്ടൈൻ ആകുന്നു. LPGക്ക് നിറമോ മണമോ ഇല്ല. ഇതിന്റെ സ്മെല്ലിന് വേണ്ടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആകുന്നു ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റനെ എഥനത്തിയോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. LPGയിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, A26, B27 അല്ലെങ്കിൽ C26, D25 എന്നിങ്ങനെയുള്ള രീതിയിലുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു LPG ഗ്യാസ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആകുന്നു. ഓക്കെ, ഇപ്പോൾ A26 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് 2026 മാർച്ച് വരെയാണ് ആ സിലിണ്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. B27 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 2027 ജൂൺ വരെയാണ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയാണ് അതിന്റെ മീനിങ്. ദെൻ C26 എന്ന് പറയുമ്പോൾ 2026 സെപ്റ്റംബർ വരെ, D27 എന്ന് പറയുമ്പോൾ 2027 ഡിസംബർ വരെ. അപ്പോൾ A സ്റ്റാൻഡ്സ് ഫോർ ജാനുവരി ടു മാർച്ച് ആണ്, B സ്റ്റാൻഡ്സ് ഫോർ ഏപ്രിൽ ടു ജൂൺ ആണ്, C ജൂലൈ ടു സെപ്റ്റംബർ ആണ്, D ഒക്ടോബർ ടു ഡിസംബർ ആണ്. ഓക്കെ, ദെൻ LPGയിൽ നിന്ന് നമുക്ക് ചില സമയത്ത് സ്മെല്ല് വരാറുണ്ട് അല്ലേ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 3% LPG ഗ്യാസ് നിറയുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് അനുഭവപ്പെടുന്നത്. പക്ഷേ 2% LPG അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ തന്നെ ബ്ലാസ്റ്റിംഗുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് സ്മെല്ല് അനുഭവപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിൽ 3% LPG വരുമ്പോഴാണ്. ചാൻസസ് 2%-ന് എബവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല LPGക്ക് ഈ എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, LPGയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ഈ ബേസ് ലെവലിലായിരിക്കും നിൽക്കുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ബേസ് ലെവലിലായിരിക്കും LPG നിൽക്കുന്നത്. ഓക്കെ, ദെൻ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ആകുന്നു. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ് ബയോഗ്യാസിലെ പ്രധാന ഫാക്ടർ. ബയോഗ്യാസ് പ്ലാന്റിലെ ബാലൻസിനെ നമ്മൾ സ്ലറി എന്നാണ് പറയുന്നത്. ബയോഗ്യാസ് പ്ലാന്റിൽ വരുന്ന ബാലൻസ് ആയിട്ടുള്ള കുറച്ച് വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേര് സ്ലറി എന്നാണ്. സ്ലറി നല്ലൊരു വളമാകുന്നു. ബയോഗ്യാസ് യൂസേജ് കാരണമായിട്ടുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറവായ ഒരു ഫ്യൂവലാകുന്നു ബയോഗ്യാസ്. ഓക്കെ, ദെൻ നമുക്ക് ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും നമുക്ക് പഠിക്കാനുണ്ട്. നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് എല്ലാം തന്നെ ബ്രൗൺ എനർജിക്ക് എക്സാമ്പിൾസ് ആകുന്നു. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ഒക്കെ തന്നെ ഗ്രീൻ എനർജിക്ക് എക്സാമ്പിൾ ആകുന്നു. ബ്രൗൺ എനർജി സോഴ്സസ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷന് കാരണമാകുന്നു, എന്നാൽ ഗ്രീൻ എനർജി സോഴ്സസ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷന് കാരണമാകുന്നില്ല.